ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ലിനക്സ് ഒ എസിൻ്റെ കുറച്ച് ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. എസെൻഷ്യൽ ആയിട്ടുള്ള ബേസിക്സ് മാത്രമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, യുണിക്സ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. യുണിക്സ് ആക്ച്വലി ഒറിജിനലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1970s AT&T ബെൽ ലാബ്സിലായിരുന്നു. ഓക്കെ, ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ ആണ് യുണിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലിനക്സ് ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷനാണ് ഈ പറയുന്ന യുണിക്സ് എന്ന് പറയുന്നത്. ഇനി ലിനക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലിനക്സ് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. അതായത് എല്ലാവർക്കും ആക്സസിബിൾ ആണ് ലിനക്സ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. സോഴ്സ് കോഡ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും. അതുവഴി ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കൊളാബറേഷനും ഇന്നോവേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലിനക്സ് എടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാമായിരിക്കും, പെർഫോമൻസ് വളരെ നല്ല രീതിയിലായിരിക്കും, സെക്യൂരിറ്റി സ്ട്രോങ് ആയിരിക്കും, അല്ലേ? അതുപോലെ തന്നെ പല ഡിവൈസുകളിലും പല ഇൻഡസ്ട്രീസിലും ഒക്കെ ലിനക്സ് നമുക്ക് അവൈലബിളും ആണ്. ഇനി നമുക്കറിയാം, ലിനക്സ് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്, അതുപോലെ തന്നെ എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ലിനക്സ് നമ്മൾ ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. സെർവേഴ്സ് ആയിട്ടാണെങ്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ആയിട്ടാണെങ്കിലായിക്കോട്ടെ, ഒരു ഐഡിയൽ ഓപ്ഷൻ ആണ് ലിനക്സ് എന്ന് പറയുന്നത്. സ്ട്രോങ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൈ പെർഫോമൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയും നമ്മൾ ലിനക്സിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാരണങ്ങളാണ്. ഓക്കെ, നൗ സീ ദിസ് പിക്ചർ. ഇവിടെ ഒരു കുറച്ച് സർക്കിൾസിനകത്ത് കുറച്ച് ടെർമിനോളജീസ് എഴുതിയിട്ട് കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ കണ്ടോ? ദിസ് ഈസ് ദ ആർക്കിടെക്ചർ ഓഫ് ലിനക്സ്. ലിനക്സിനകത്ത് വരുന്ന കോമൺ കോമ്പണൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേർണൽ. കേർണൽ എന്ന് പറയുന്നത് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോറാണ്. ഓക്കെ, ഇതെന്ത് ചോദിച്ചാൽ കോമൺ ഹാർഡ്വെയർ റിസോഴ്സസ് ഉണ്ടാവുമല്ലോ നമ്മുടെ സിസ്റ്റത്തിന്റെ, അതിനെ വിർച്വലൈസ് ചെയ്യുന്നത് ഈ കേർണൽ ആയിരിക്കും. അതുവഴി ഓരോ പ്രോസസ്സിനും അതിനാവശ്യമായിട്ടുള്ള ഓരോ പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ള വിർച്വൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, കേർണലാണ് ഈ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ എന്ന് പറയുന്നത്. ഇവൻ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ കൂടിയും ഓരോ പ്രോസസ്സിനും മനസ്സിലാവില്ല അത് മാത്രമാണ് കറന്റ്ലി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മെഷീനകത്ത് റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്നായിരിക്കും അതിന്റെ ഒരു വിചാരം എന്ന് പറയുന്നത്. ദിസ് കേർണൽ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ, ഈ പ്രോസസ്സുകൾ തമ്മിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്നതിനും മിറ്റിഗേറ്റ് ചെയ്യുന്നതിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേർണൽ ആയിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേർണൽസ് അവൈലബിൾ ആണ്. മോണോലിത്തിക് കേർണൽ, then hybrid kernels, exo kernels, micro kernels. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേർണൽസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സിസ്റ്റം ലൈബ്രറി ആണ്. ലിനക്സിനകത്ത് സിസ്റ്റം ലൈബ്രറീസ് കാണും. ദേ ആർ ഓൾസോ നോൺ ആസ് ഷെയർഡ് ലൈബ്രറീസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേരിയസ് ഫങ്ഷണാലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ ഈ സിസ്റ്റം ലൈബ്രറീസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ ലൈബ്രറീസിനകത്ത് എന്ത് കാണും? പ്രീ റിട്ടേൺ കോഡ് കാണും. ഇത് യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻസ് സ്പെസിഫിക് ടാസ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എഫേർട്ട് ആണെങ്കിലും ടൈം ആണെങ്കിലും നല്ല രീതിയിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ലൈബ്രറീസ് ഒരു സ്പെസിഫിക് ഫങ്ഷണാലിറ്റി പെർഫോം ചെയ്യാനുള്ള കോഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡെവലപ്പർ കോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട വരില്ല? ഇപ്പൊ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ലൈബ്രറി എടുത്ത് യൂസ് ചെയ്താൽ മതിയാവും. സെപ്പറേറ്റ് അതിനു വേണ്ടി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ആപ്ലിക്കേഷൻസിനും കേർണൽസിനും ഇടയിൽ വരുന്ന ഒരു ഇന്റർഫേസ് ആയിട്ടാണ് സിസ്റ്റം ലൈബ്രറീസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ,
ദെൻ വി ഹാവ് ഷെൽ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ യൂസർ ഇന്റർഫേസിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയുന്നത്. ഈ ഷെൽസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസേഴ്സ് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ ഷെല്ല് വഴിയായിരിക്കും നമ്മൾ കമാൻഡ്സ് ഒക്കെ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ജോലി ഷെല്ലിൻ്റെതാണ്. ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് ഷെൽ സെർവ്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ കേർണൽ. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഹാർഡ്വെയർ ലെയർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്താണ് എല്ലാ ഫിസിക്കൽ കോമ്പണൻസും എൻകോംപസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ലൈക്ക് റാം ആയിക്കോട്ടെ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, IO ഡിവൈസസ് ആയിക്കോട്ടെ, എല്ലാം ഈ ഒരു ലെയറിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ദെൻ സിസ്റ്റം യൂട്ടിലിറ്റീസ് ഉണ്ടായിരിക്കും. ഈ സിസ്റ്റം യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേരിയസ് ആസ്പെക്ട്സ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ വേരിയസ് ആസ്പെക്ട്സ് മാനേജ് ചെയ്യുക, കോൺഫിഗർ ചെയ്യുക, അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം യൂട്ടിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് പറയാം സിസ്റ്റം യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ടൂൾസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ടാസ്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് യൂണിക്സും ലിനക്സും തമ്മിലുള്ള ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാവേ. നമുക്കറിയാം യൂണിക്സ് എന്ന് പറയുന്നത് യൂണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിനക്സ് എന്ന് പറയുന്നത് യൂണിക്സ് 1970s കെൻ തോംസണും അതുപോലെ തന്നെ ഡെന്നിസ് റിച്ചി, എല്ലാവർക്കും അറിയായിരിക്കും, ഡെന്നിസ് റിച്ചിയും കൂടിയിട്ട് ബെൽ ലാബ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡെന്നിസ് റിച്ചിയാണ് സി പ്രോഗ്രാമിങ്ങിന്റെ ക്രിയേറ്ററും. ഓക്കെ, സോ നേരത്തെ ഈ യുണിക്സ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസും അതിലോട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇത് അന്നത്തെ കാലത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. യൂണിവേഴ്സിറ്റീസും എന്റർപ്രൈസസും ഇന്റർനെറ്റ് സെർവേഴ്സും എല്ലാം എന്ത് ചെയ്യുമായിരുന്നു, ഇതിന്റെ മൾട്ടി ടാസ്കിങ് ക്യാപ്പബിലിറ്റീസും റിലയബിലിറ്റിയും ഒക്കെ കാരണം കൊണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. ഏതിനെ, യുണിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. ഈ യുണിക്സിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഡിഫറെന്റ് മെഷീൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൂടാതെ നെറ്റ്വർക്കിംഗ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും സെർവേഴ്സിന് വേണ്ടിയിട്ട് അത്തരത്തിലൊരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ആക്ച്വലി യുണിക്സ് എന്ന് പറയുന്നത് ചെയ്തിരുന്നത്. ഡിഫറെന്റ് ഡിവൈസസ് ഒറ്റ OS വെച്ചിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. യുണിക്സ് പവർഫുൾ ആണ്, പക്ഷേ അതിന്റെ കോഡ്, സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സോഴ്സ് കോഡ് ആയിരുന്നു, അതുപോലെ ലിമിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഏകദേശം യുണിക്സ് പോപ്പുലർ ആയിരുന്ന സമയത്ത് ലിനസ് ടോർവാൾഡ്സ് ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഈ ചങ്ങാതിക്ക് ഈ യുണിക്സിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആൾ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഒരു കേർണൽ ഡെവലപ്പ് ചെയ്യാൻ, ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, സോ ഈ ലിനസ് ടോർവാൾഡ്സ്, ഇത് പല എക്സാമുകളിലും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലിനക്സിന്റെ ഫാദർ ആരാണ് എന്നുള്ളത്. അത് കേരള PSCയുടെ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ISROന്റെ VSSCന്റെ ഒക്കെ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് നടത്തിയിട്ടുള്ള പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ആരാണ് ലിനക്സിന്റെ ഫാദർ എന്ന് പറയുന്നത്. സോ ലിനസ് ടോർവാൾഡ്സ് ആണ് അതിന്റെ ആൻസർ. സോ അങ്ങേരുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ആയിട്ട് സ്വന്തമായിട്ടൊരു കേർണൽ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആക്ച്വലി ചെയ്തത് C++ ഇത് അങ്ങ് കമ്പൈൻ ചെയ്തു ചങ്ങാതി. എന്നിട്ട് അങ്ങേര് എന്ത് ചെയ്തൊരു പുതിയൊരു കേർണൽ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് അതിന് ലിനക്സ് എന്ന പേരും കൊടുത്തു. ഓക്കെ, ചങ്ങാതി ഡെവലപ്പ് ചെയ്തപ്പം തൊട്ട് തന്നെ ഈ ലിനക്സിന്റെ കോഡ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആയിരുന്നു. ആർക്ക് വേണമെങ്കിലും വ്യൂ ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ലിനക്സ് എന്ന് പറയുന്നത് യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിമിലാരിറ്റീസ് യുണിക്സും ലിനക്സും തമ്മിൽ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ there are few differences as well. നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കാം. ആരാണ് ഡെവലപ്പേഴ്സ്, എപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. പ്രത്യേകിച്ച് ലൈസൻസിങ് ഫീസ് ഒന്നും കൂടാതെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ലിനക്സ് എന്ന് പറയുന്നത്. പക്ഷേ യുണിക്സ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അതായത് അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലിനക്സിന്റെ കേർണൽ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, മോഡുലാർ ആയിരിക്കും. ലൈറ്റ് വെയിറ്റും മോഡുലാറും ആയിരിക്കും. യുണിക്സിന്റെ കേർണൽ എന്ന് പറയുന്നത് മോണോലിത്തിക് ആണ്, അതുപോലെ തന്നെ കോംപ്ലക്സും ആയിരിക്കും.
ഓക്കെ. എന്റർപ്രൈസ് ആയിക്കോട്ടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലായിക്കോട്ടെ ലിനക്സ് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. യുണിക്സ് ടിപ്പിക്കലി എന്റർപ്രൈസ് ലെവൽ സെർവേഴ്സിലും വർക്ക് സ്റ്റേഷൻസിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ലെസ് കോമൺലി യൂസ്ഡ് ഇൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലിനക്സിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അതിനകത്ത് എന്താ പറയുക, അതിന്റെ സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സും യൂസേഴ്സും ഒക്കെ ഈ ഒരു ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനുണ്ട്. പക്ഷെ യുണിക്സ് എന്ന് പറയുന്നത് അതിന് ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ അത് സ്മോളർ ആണ് ആൻഡ് ഇറ്റ് ഈസ് മോർ ഫോക്കസ്ഡ് ഓൺ എന്റർപ്രൈസ് ലെവൽ യൂസേഴ്സ് ഓൺലി. ഓക്കെ. സോ ലിനക്സ് ഒന്നും കൂടെ പറയുവാണെങ്കിൽ അതൊരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ആർക്ക് വേണമെങ്കിലും ഫ്രീലി ആക്സസിബിൾ ആയിരിക്കും. പക്ഷെ യുണിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ്, കോപ്പിറൈറ്റഡ് ആണ് അല്ലെ. അതിന്റെ കോപ്പിറൈറ്റേഴ്സിന് മാത്രമേ ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. യുണിക്സിനകത്ത് വരുന്ന യുണിക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് JFS, GPFS, HFS, HFS പ്ലസ്, UFS, XFS, ZFS. ഇതൊക്കെ യുണിക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ സിസ്റ്റം ആണ്. ഇനി ലിനക്സ് എടുക്കുകയാണെങ്കിൽ ലിനക്സ് സിസ്റ്റം ഫയൽ സിസ്റ്റം സപ്പോർട്ട്സ് ext2, ext3, ext4, JFS, അതുപോലെ തന്നെ XFS, FAT32, NTFS, ഇതൊക്കെ ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ലിനക്സ് 2 GUIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലിനക്സ് കേട്ടോ, KDEയും ഗ്നോമും. ലിനക്സിനകത്തെ ഡിഫോൾട്ട് ഇന്റർഫേസ് എന്ന് പറയുന്നത് ബാഷ് ആണ്, ബോൺ അഗെയിൻ ഷെൽ. ഓക്കെ, ബോൺ അഗെയിൻ ഷെൽ. ഷെൽ പ്രോഗ്രാമിങ്ങിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ആക്സസ് ചെയ്യുന്നതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെന്നുള്ള കുട്ടികൾ അത് നോക്കിയാൽ നന്നായിരിക്കും കേട്ടോ. ഈ യുണിക്സിനകത്ത് ആക്ച്വലി ബോൺ ഷെല്ലാണ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതർ GUIs ആയിട്ടും ഈ പറയുന്ന യുണിക്സ് കോമ്പാറ്റിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ദെൻ ഈ ലിനക്സ് എന്ന് പറയുന്നത് x86 ഹാർഡ്വെയർ പ്രോസസ്സേഴ്സിന് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ലിനക്സ് വേർഷൻസ് കുറച്ച് നെയിംസ് അറിയാവുന്ന ഉബണ്ടു, ഡിബിയൻ, ആർച്ച് ലിനക്സ്, അതൊക്കെ സം വേർഷൻസ് ഓഫ് ലിനക്സ് എന്ന് നമുക്ക് ഞാൻ പറയാം, നമുക്ക് അറിയാവുന്നതാണ് അതൊക്കെ. യുണിക്സിന്റെ വേർഷൻസ് എന്ന് പറയുമ്പോൾ സൺ OS, സോളാരിസ്, AIX, HPUX, ഇതൊക്കെ യുണിക്സിന്റെ ഡിഫറെന്റ് വേർഷൻസ് ആണ് കേട്ടോ. സോ ഇത്രയാണ് യുണിക്സ് ആൻഡ് ലിനക്സിന്റെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പൊ ലിനക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കമാൻഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ സ്റ്റേ ട്യൂൺ ടു ദ ചാനൽ. നൗ ഐ എം സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.